ടെൽ മീ ടു ഫോർഗീവ് ബട്ട് നോട്ട് ടു ഫോർഗെറ്റ്. എന്നോട് പൊറുക്കാൻ പറഞ്ഞോളൂ, പക്ഷെ മറക്കാൻ പറയരുത്. ഹർഭജൻ സിംഗുമായുള്ള നിലവിലെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു പ്രമുഖ മാധ്യമത്തോട് മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്ത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അടുത്തിടെ വരെ ഹർഭജൻ തൻ്റെ സഹോദര തുല്യനാണെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് അതങ്ങനെയല്ലെന്നും ശ്രീ പറയുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള പ്രശ്നം എവിടെ തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആ കഥ പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. 2008 പ്രഥമ IPL സീസൺ ഏപ്രിൽ 25 മൊഹാലി PCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. സച്ചിൻ്റെ അസാന്നിധ്യത്തിൽ ഹർഭജൻ സിംഗ് ആയിരുന്നു മുംബൈയെ ആ മത്സരത്തിൽ നയിച്ചിരുന്നത്. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കുമാർ സംഘക്കാരുടെ 94 റൺസിൻ്റെ ബലത്തിൽ 182 എന്ന ടോട്ടലിലേക്ക് എത്തുന്നു. എന്നാൽ ചേസിങ്ങിന് ഇറങ്ങിയ മുംബൈക്ക് തുടക്കം മുതലേ പിഴച്ചു. ജയസൂര്യയും മുത്തപ്പയും അടക്കം ബാറ്റെടുത്തവർ ഓരോന്നായി അതിവേഗം കൂടാരം കയറി. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺസ് എടുക്കാനേ മുംബൈക്ക് നായുള്ളൂ. 23 റൺസ് എടുത്ത ഡ്വെയിൻ ബ്രാവോ ആയിരുന്നു മുംബൈ നിരയിലെ ടോപ്പ് സ്കോറർ. മത്സരത്തിൽ പഞ്ചാബിന് 66 റൺസിൻ്റെ കൂറ്റൻ ജയം. മത്സരം കഴിഞ്ഞ് ഇരു ടീമിലെയും താരങ്ങൾ ഹാൻഡ് ഷേക്ക് നടത്തുന്നതിനിടെ അപ്രതീക്ഷിതമായി ഹർഭജൻ ശ്രീശാന്തിൻ്റെ മുഖത്തടിക്കുന്നു. ദേശീയ ടീമിലെ ഒരു സഹതാരത്തിൻ്റെ പക്കൽ നിന്നുമുള്ള ഇത്തരമൊരു ചെയ്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ 25-കാരൻ ശ്രീ ഒരു നിമിഷം പകച്ചു നിന്നു. മത്സരത്തിൽ ഷോൺ പൊള്ളാക്കിനെയും മുസാഫിർ അസ്മാത്തിനെയും പുറത്താക്കിയ ശ്രീ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഹർഭജൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. പിന്നാലെ വീണ്ടും തന്നോട് കൊമ്പ് കോർക്കണമെന്ന ഹർഭജന് നേരെ ശ്രീശാന്ത് പാഞ്ഞെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും മഹേല ജയവർദ്ധനെയും ഇർഫാൻ പദവും ചേർന്ന് താരത്തെ തടഞ്ഞു നിർത്തി. IPL സ്ലാബ് ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ സംഭവത്തിന് ശേഷം ഹർഭജന് 11 മത്സരങ്ങളിൽ നിന്ന് വിലക്കും. ഇതിൽ ഇടപെടാതെ നോക്കി നിന്ന മുംബൈ പരിശീലകൻ ലാൽചന്ദ് രജപുത്തിന് മാച്ച് ഫീയുടെ 50% പിഴയായും ലഭിച്ചിരുന്നു. അന്ന് വലിയ ചർച്ചയായ ഈ സംഭവം പിന്നീട് വീണ്ടും ലൈംലൈറ്റിൽ വരുന്നത് 17 വർഷങ്ങൾക്കിപ്പുറമാണ്. ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കിൾ ക്ലാർക്കിൻ്റെ ബിയോണ്ട് 23 പോഡ്കാസ്റ്റിൽ മുൻ IPL ചെയർമാനായിരുന്ന ലളിത് മോദിയാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത്. 2008 പരസ്യങ്ങൾക്ക് വേണ്ടി TV ടെലികാസ്റ്റ് കട്ട് ചെയ്തപ്പോൾ നടന്ന ഈ സംഭവം തൻ്റെ സ്വകാര്യ സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞിരുന്നുവെന്നാണ് ലളിത് മോദി അന്ന് പറഞ്ഞത്. ഇതിനു പിന്നാലെ ഹർഭജൻ സിംഗും ശ്രീശാന്തിൻ്റെ ഭാര്യ ഭുവനേശ്വരിയും ലളിത് മോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി പഴയ മുറിവുകൾ വീണ്ടും കുത്തി തുറക്കരുതെന്നും ലളിത് മോദിയും മൈക്കിൾ ക്ലാർക്കും നടത്തിയത് മനുഷ്യത്വരഹിതമായ സംഭവമാണെന്നും ഭുവനേശ്വരി തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. സ്വാർത്ഥ താല്പര്യം മാത്രമാണ് ലളിത് മോദിയുടെ ഈ നീക്കത്തിന് പിന്നിലെന്നായിരുന്നു ഹർഭജൻ്റെ പ്രതികരണം. അതേ വർഷം ജൂലൈയിൽ മറ്റൊരു പോഡ്കാസ്റ്റിൽ മറ്റൊരു സംഭവം അരങ്ങേറി. അശ്വിൻ്റെ യൂട്യൂബ് ചാനൽ ഷോ ആയ കുട്ടി സ്റ്റോറീസിൽ ഹർഭജൻ ഈ സംഭവങ്ങൾ ഓർത്തെടുത്തു. എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീശാന്തുമായുള്ള ആ ഇൻസിഡൻ്റ് ആണ്. അത് എൻ്റെ കരിയറിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. 1-2 തവണയല്ല, ഒരു 200 പ്രാവശ്യമെങ്കിലും ഞാൻ ആ സംഭവത്തിൽ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. കിട്ടാവുന്ന വേദിയിലും അവസരങ്ങളിലുമെല്ലാം ഞാൻ അന്ന് എൻ്റെ തെറ്റ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മാത്രം തെറ്റായിരുന്നു. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. അത് ആവർത്തിക്കാതിരിക്കുക എന്നതാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിച്ചത്. ഹർഭജൻ വാതോരാതെ സംസാരിച്ചു. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട, നിങ്ങൾ എൻ്റെ അച്ഛനെ തല്ലിയ ആളല്ലേ. വർഷങ്ങൾക്കിപ്പുറം ശ്രീശാന്തിൻ്റെ മകളോട് സംസാരിക്കവേ തനിക്ക് ലഭിച്ച മറുപടി ഹർഭജൻ ഓർത്തെടുത്തു. തൻ്റെ ഹൃദയം പൊട്ടി തകർന്ന നിമിഷമായിരുന്നു അത്. അന്നത്തെ ആ മത്സരത്തിൽ അവൻ എന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ആ രീതിയിൽ തിരിച്ച് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. അന്ന് ഞങ്ങൾ 2 ടീമിലായിരുന്നുവെങ്കിലും ഒരേ ദേശീയ കുപ്പായം അണിയുന്നവരല്ലേ എന്നത് ഞാൻ ഓർക്കണമായിരുന്നു. ഹർഭജൻ വികാരാതീതനായി അശ്വിനോട് പറഞ്ഞു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം തങ്ങളുടെ സൗഹൃദം വീണ്ടെടുത്ത ഹർഭജനും ശ്രീയും ഒന്നിച്ച് സൊമാറ്റോയുടെ ഒരു പരസ്യത്തിൽ വരെ അഭിനയിച്ചിരുന്നു. പക്ഷെ മറ്റൊരു പരസ്യം ഇരുവർക്കുമിടയിലെ ബന്ധം വീണ്ടും വഷളാക്കി. ചാന്ത ക്ലാസസ് ബൈ ഹർഭജൻ അഥവാ ഹർഭജൻ നടത്തുന്ന മുഖത്തടിക്കൽ ക്ലാസ്, ഈ പേരിലുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ പരസ്യമാണ് അതിന് കാരണമായത്. ഈ പരസ്യത്തിൽ ഹർഭജൻ കുറേ ആളുകൾക്ക് എങ്ങനെ ശക്തിയിൽ തല്ലാമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനു പുറമെ ആ പരസ്യത്തിലെ ഒരു കഥാപാത്രത്തിന് ശ്രീശാന്തിൻ്റെ പേരിനോട് സാമ്യമുള്ള ശ്രീമാൻ എന്നൊരു പേരും നൽകിയിട്ടുണ്ട്. ഈ പരസ്യം തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അഭിനയിച്ചതെന്നും അതിൽ നിന്ന് 80 ലക്ഷം മുതൽ 1 കോടി വരെ ഹർഭജൻ സമ്പാദിച്ചുവെന്നും ശ്രീശാന്ത് തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറയുന്നു. ഇതിനെല്ലാം പുറമെ ഹർഭജൻ തന്നെ വിളിച്ച് ഈ പരസ്യം ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടാൻ ആവശ്യപ്പെട്ടതായും താരം പറഞ്ഞു. ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതിന് തുല്യമല്ലേ ഇതെന്നാണ് ശ്രീശാന്ത് ചോദിക്കുന്നത്. അതിന് പിന്നാലെ താൻ ഹർഭജനെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്നും ബ്ലോക്ക് ചെയ്തുവെന്നും ശ്രീശാന്ത് പറയുന്നു. മിസ്ബാഉൽ ഹക്ക് ഫോർഗോട്ട് ദാറ്റ് ദർ ഈസ് എ മലയാളി ഇൻ എവരി കോർണർ ഓഫ് ദ വേൾഡ്. ലോകത്തിൽ ഏതൊരു മൂലയിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവുമെന്ന കാര്യം മിസ്ബാഉൽ ഹക്ക് മറന്നുപോയി. 2007 പ്രഥമ T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയമുറപ്പിച്ച ക്യാച്ച് എടുത്തതിന് ശേഷം തനിക്ക് വന്നൊരു SMS-നെ പറ്റി മുമ്പൊരിക്കൽ ശ്രീശാന്ത് പറഞ്ഞ വരികളാണിത്. തനിക്ക് ലഭിച്ച ഈ ജനപ്രീതിയിൽ അലോസരപ്പെട്ടാണ് ഹർഭജൻ തന്നോട് അങ്ങനെ ചെയ്തതെന്നും ആ സംഭവത്തിന് മുമ്പും ശേഷവും അയാൾ തന്നോട് കാണിച്ച സ്നേഹവും കരുതലുമെല്ലാം വെറും അഭിനയമായിരുന്നു എന്നാണ് ശ്രീശാന്ത് പറയുന്നത്. കൂടുതലൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ലെന്നും ഹർഭജനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കട്ടെ എന്നുമാണ് ശ്രീശാന്ത് ഏറ്റവും ഒടുക്കം പറഞ്ഞു നിർത്തുന്നത്. 18 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനിഷ്ട സംഭവം, അതിനെ കഴിഞ്ഞ വർഷം കുത്തി തുറന്ന ലളിത് മോദി, അത് ഏറ്റുപിടിച്ച് ഒരു പരസ്യത്തിൽ അഭിനയിച്ച് സാമ്പത്തിക നേട്ടം കൊയ്ത ഹർഭജൻ സിംഗ്. ശ്രീശാന്തിൻ്റെ സ്ഥലത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവരോടുള്ള നിങ്ങളുടെ പ്രതികരണം? തീർച്ചയായും താഴെ കമൻറ്റുകളായി അറിയിക്കുക.